ഇവർ മനുഷ്യരോ അതോ നരഭോജികളോ? യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യനെ ശ്വാസമെടുക്കാൻ പോലും അനുമതി നിഷേധിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചകളാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത്. യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ഭീകരരെന്നും മുദ്രകുത്തി കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ ഭീകരത കണ്ടു നിൽക്കാവുന്നതിലും അപ്പുറമാണ്. വീണ്ടും ലോകമെമ്പാടും പ്രതിഷേധം കണ്ട് പ്രതിധ്വനി സൃഷ്ടിച്ചുകൊണ്ടാണ് തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രിയിൽ നടന്ന ഇരട്ട ബോംബാക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ വിവിധ ലോക നേതാക്കളാണ് വിഷയത്തിൽ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇരട്ട ബോംബാക്രമണം. തെക്കൻ ഗാസയിലെ പ്രധാന ആശുപത്രിയാണ് നാസർ ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ ആശുപത്രിക്ക് നേരെ 2 തവണയാണ് ആക്രമണം നടത്തിയത്. ആദ്യ ആക്രമണത്തിന് ശേഷം രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ 15 മിനിറ്റിന് ശേഷം അതേ സ്ഥലത്ത് രണ്ടാമതും ബോംബാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ കുറഞ്ഞത് 20 പേരെങ്കിലും കൊല്ലപ്പെട്ടു. അതിൽ 5 മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ടറായ ഹുസാം അൽ മസ്രി, അസോസിയേറ്റഡ് പ്രസിനായി ജോലി ചെയ്തിരുന്ന മറിയം അബൂദക്ക, അൽ ജസീറയുടെ മുഹമ്മദ് സലാം, ഫോട്ടോ ജേർണലിസ്റ്റ് മോസ് അബു താഹ, കൂടാതെ കുബ്സ്ഫീഡിന്റെ അഹമ്മദ് അബു അസീസ് എന്നിവർ ഉൾപ്പെടുന്നു. ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ ഇരട്ടയാക്രമണമെന്ന് പലരും വിശേഷിപ്പിച്ചു. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി. ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലമി ഈ ആക്രമണത്തിൽ തനിക്ക് ഭയം തോന്നിയെന്ന് എക്സിൽ കുറിച്ചു. സിവിലിയന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും സംരക്ഷിക്കണമെന്നും അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിൽ തനിക്ക് സന്തോഷമില്ലെന്നാണ് പ്രതികരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഇതിനെ അസഹനീയമെന്നും വിശേഷിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സംഭവം ഒരു ദുരന്തപൂർണമായ അപകടമെന്ന് വിശേഷിപ്പിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ആശുപത്രികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പലപ്പോഴും ആരോപിക്കാറുണ്ട്. എന്നാൽ ഇസ്രായേൽ സൈന്യം മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിടുന്നില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. നാസർ ആശുപത്രിയിലെ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഉത്തരവിട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ സൈനികർക്കെതിരായ പല അന്വേഷണങ്ങളും പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കാറാണ് പതിവ്. 2022 കൊല്ലപ്പെട്ട അൽ ജസീറ മാധ്യമപ്രവർത്തക ഷിറീൻ അബു അക്ലയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണവും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ 22 മാസത്തിനിടെ ഗാസയിൽ 193 പലസ്തീൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അറിയിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകമെമ്പാടും മരിച്ച മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണിത്. ഇത്തരത്തിൽ ലക്ഷ്യം തെറ്റാതെയുള്ള ആക്രമണങ്ങൾ നടത്തി കൊലപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഗാസയിൽ റിപ്പോർട്ടിംഗ് നടത്തുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരും. തുടർച്ചയായ ടാർഗറ്റഡ് ആക്രമണങ്ങൾ പോലും ഇതാണ് സൂചിപ്പിക്കുന്നത്. CPJയുടെ പ്രാദേശിക ഡയറക്ടറായ സാറാ കുദ മാധ്യമപ്രവർത്തകരെ ഇത്രയും വലിയ തോതിൽ കൊന്നൊടുക്കുന്നത് ലോകം കണ്ടു നിൽക്കുകയാണ് എന്നാണ് പ്രതികരിച്ചത്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായ മറിയം അബൂദക്ക മരണശേഷം തനിക്ക് വേണ്ടി ആരും കരയരുതെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന നിരവധി മാധ്യമപ്രവർത്തകർ ഗാസയിലുണ്ട്. അവരെല്ലാം മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വിൽപത്രം പോലും എഴുതി വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 22 മാസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഗാസയിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല. അതിനാൽ പലസ്തീൻ മാധ്യമപ്രവർത്തകർ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നു. പട്ടിണിയും മരണഭയവും നേരിട്ടുകൊണ്ടാണ് ഇവർ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ആക്രമണത്തെ തുടർന്ന് നാസർ ആശുപത്രിയിലെ സർജറികൾ മുടങ്ങി. ഗാസയിലെ ആരോഗ്യ സംവിധാനം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ആരോപിച്ചു. യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യന് ശ്വാസമെടുക്കാൻ പോലും അനുമതി നിഷേധിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചകളാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത്. യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ഭീകരരെന്ന് മുദ്രകുത്തി കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ ഭീകരത കണ്ടു നിൽക്കാവുന്നതിലും അപ്പുറമാണ്.